എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളിനെ പറ്റിയുള്ള ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാഹനത്തിൽ നിന്ന് സ്റ്റിയറിംഗ് വീലും ഗിയർ ബോക്സും നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം. ഈ വീഡിയോയുടെ അന്തിമ ഭാഗത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് വീൽ നീക്കം ചെയ്യുക, വാഹനത്തിലെ ഗിയർ ബോക്സ് നീക്കം ചെയ്യുക എന്നിവ സാധിക്കും. ഈ എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ, സാധനങ്ങൾ, മറ്റു സാമഗ്രികൾ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, പുള്ളർ സ്റ്റിയറിംഗ് ഒരെണ്ണം, പുള്ളർ ബെയറിംഗ് ഒരെണ്ണം, പ്ലാസ്റ്റിക് ഹാമർ ഒരെണ്ണം, ടോർക്ക് റെഞ്ച് ഒരെണ്ണം, വാഹനം ഒരെണ്ണം, ഗിയർ എണ്ണ ആവശ്യമുള്ളത്, കെറോസിൻ ആവശ്യമുള്ളത്, ഓയിൽ സീൽ ആവശ്യമുള്ളത്, ഗ്യാസ്കറ്റ് ആവശ്യമുള്ളത്, റബ്ബർ ബുഷസ് ആവശ്യമുള്ളത്. സ്റ്റിയറിംഗ് വീൽ നീക്കം ചെയ്യുക. ആദ്യം ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ടെന്നും ഇഗ്നിഷനിൽ നിന്ന് കീ നീക്കം ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ബാറ്ററിക്ക് 2 ടെർമിനലുകൾ ഉണ്ടായിരിക്കും. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. പോസിറ്റീവ് ടെർമിനലിൽ സാധാരണയായി ചുവന്ന കവർ അല്ലെങ്കിൽ പ്ലസ് ചിഹ്നമുണ്ട്. അതേസമയം നെഗറ്റീവ് ടെർമിനലിൽ കറുത്ത കവർ അല്ലെങ്കിൽ മൈനസ് ചിഹ്നം ഉണ്ട്. ആരംഭിക്കുന്നതിന് ടാസ്കിനായി ക്രമീകരിക്കാവുന്ന റെഞ്ച് അല്ലെങ്കിൽ ഉചിതമായ സോക്കറ്റും റാച്ചറ്റും തിരഞ്ഞെടുക്കുക. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ സുരക്ഷിതമാക്കുന്ന നട്ട് ശ്രദ്ധാപൂർവം അഴിക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കുക. അഴിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് കേബിൾ സൗമ്യമായി വേർപെടുത്തുക. ആകസ്മികമായ ആക്സിഡന്റ് തടയാൻ ബാറ്ററിയിൽ നിന്ന് കേബിൾ മാറി സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പോസിറ്റീവ് ടെർമിനലിനും ഈ പ്രക്രിയ ആവർത്തിക്കുക. നട്ടഴിക്കുക, പോസിറ്റീവ് കേബിൾ വേർപെടുത്തുക, ബാറ്ററിയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുക. വാഹനം സുരക്ഷിതമാക്കാൻ മുൻ ടയറുകളിൽ ഒന്നിനു മുന്നിലും പിന്നിലെ ടയറുകളുടെ പിന്നിലും ഓരോ വീൽ ചോക്ക് സ്ഥാപിക്കുക. സ്റ്റിയറിംഗ് അസംബ്ലി ആക്സസ് ചെയ്യുന്നതിന് താഴെയുള്ള ഷീൽഡ് നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കുക. ഷീൽഡ് സുരക്ഷിതമാകുന്ന ഏതെങ്കിലും സ്ക്രൂകളോ ക്ലിപ്പുകളോ നീക്കം ചെയ്യാൻ ഉചിതമായ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിക്കുക. ഈ ഫാസ്റ്റനറുകൾ സാധാരണയായി ഷീൽഡിൻ്റെ പെരിമീറ്ററിൽ സ്ഥിതി ചെയ്യുന്നു. സ്റ്റിയറിംഗ് അസംബ്ലിയുടെ താഴെയുള്ള ഹോൺ ബട്ടണും ഹോൺ വയറും വിച്ഛേദിക്കുക. തുടർന്ന് കണക്ഷൻ തരമനുസരിച്ച് നിങ്ങൾ കണക്ടർ സുരക്ഷിതമാക്കുന്ന ഒരു ക്ലിപ്പ് റിലീസ് ചെയ്യുക. വാഹനത്തിൻ്റെ വയറിങ്ങുമായി ഹോൺ വയർ ബന്ധിപ്പിക്കുന്ന ടെർമിനൽ അഴിക്കുക. ഒരു കണക്ടർ മെല്ലെ വലിച്ചുകൊണ്ട് അൺപ്ലഗ് ചെയ്യുക. കണക്ഷൻ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വയറിങ്ങിൽ നിന്ന് ഹോൺ വയർ ശ്രദ്ധാപൂർവം വിച്ഛേദിക്കുക. കേടുപാടുകൾ ഒഴിവാക്കാൻ വയറും കണക്ടറും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നത് ഉറപ്പാക്കുക. ഹോൺ ബട്ടൺ നീക്കം ചെയ്യുക. ഏതെങ്കിലും സ്ക്രൂകൾ, ക്ലിപ്പുകൾ അല്ലെങ്കിൽ വയറിംഗ് ഡിസ്കണക്ട് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഹോൺ ബട്ടൺ ശ്രദ്ധാപൂർവം ഉയർത്തുക. വയറിങ്ങിനും മറ്റു ഘടകങ്ങൾക്കും കേടുപാടുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റിയറിംഗ് വീൽ നട്ട് ലോക്ക് റിലീസ് ചെയ്യുക. നിങ്ങളുടെ വാഹനത്തെ ആശ്രയിച്ച് സ്റ്റിയറിംഗ് വീൽ ലോക്ക് നട്ട് അഴിച്ചു മാറ്റാൻ ഉചിതമായ സോക്കറ്റ്, റാച്ചറ്റ് അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിക്കുക. നട്ടിൻ്റെ വലിപ്പവും ആവശ്യമായ ഉപകരണങ്ങളും വ്യത്യാസപ്പെടാം. അതിനാൽ സ്പെസിഫിക്കേഷനുകൾക്കായി നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസ് മാനുവൽ പരിശോധിക്കുക. സ്റ്റിയറിംഗ് നട്ട് നീക്കം ചെയ്യുക. സ്റ്റിയറിംഗ് വീൽ പുള്ളർ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് വീൽ നീക്കം ചെയ്യുക. സ്റ്റിയറിംഗ് വീൽ പുള്ളർ സ്റ്റിയറിംഗ് വീലിൽ ത്രെഡ് ഷാഫ്റ്റിന് മുകളിൽ സെൻട്രൽ ബോൾട്ടിനൊപ്പം വയ്ക്കുക. പ്രഷർ തുല്യമായി വിതരണം ചെയ്യുന്ന രീതിയിൽ സ്റ്റിയറിംഗ് വീലിലേക്ക് പുള്ളറുടെ കൈകൾ ഘടിപ്പിക്കുക. പുള്ളറിലെ ബോൾട്ടുകൾ ഉറപ്പിക്കാൻ ഉചിതമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ മുറുക്കുമ്പോൾ പുള്ളർ സ്റ്റിയറിംഗ് വീലിൽ പ്രഷർ ചെലുത്തും. ക്രമേണ അത് സ്റ്റിയറിംഗ് കോളത്തിൽ നിന്ന് വലിച്ചെടുക്കും. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നീക്കം ചെയ്യുക. ആദ്യം ഇൻസ്ട്രുമെന്റ് പാനൽ ബ്രാക്കറ്റ് നീക്കം ചെയ്യുക. വാഹനത്തിൻ്റെ ബോഡിയിൽ ഇൻസ്ട്രുമെന്റ് പാനൽ ഉറപ്പിക്കുന്ന ഫാസ്റ്റനറുകൾ കണ്ടെത്തി നീക്കം ചെയ്യുക. ഈ ഫാസ്റ്റനറുകൾ പലപ്പോഴും ഇൻസ്ട്രുമെന്റ് പാനലിൻ്റെ മുകളിലും വശങ്ങളിലും സ്ഥിതി ചെയ്യുന്ന സ്ക്രൂകളോ ബോൾട്ടുകളോ ആണ്. മാനിഫോൾഡിൽ നിന്ന് എക്സോസ്റ്റ് പൈപ്പ് നീക്കം ചെയ്യുക. എൻജിൻ്റെ മുൻവശത്ത് സാധാരണയായി സ്ഥിതി ചെയ്യുന്ന എക്സോസ്റ്റ് മാനിഫോൾഡുമായി ബന്ധിപ്പിക്കുന്ന എക്സോസ്റ്റ് പൈപ്പ് തിരിച്ചറിയുക. എക്സോസ്റ്റ് പൈപ്പിനെ എക്സോസ്റ്റ് മാനിഫോൾഡിലേക്ക് സുരക്ഷിതമാക്കുന്ന ബോൾട്ടുകളോ നട്ടുകളോ അഴിച്ചു മാറ്റാനും നീക്കം ചെയ്യാനും സോക്കറ്റ് സെറ്റ് അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിക്കുക. ഒന്നിലധികം കണക്ഷനുകൾ ഉണ്ടാകാം. അതിനാൽ ഓരോന്നിനും ഈ പ്രക്രിയ ആവർത്തിക്കുക. ഫ്ലോർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റിയറിംഗ് കോളം കവർ പ്ലേറ്റ് നീക്കം ചെയ്യുക. സ്റ്റിയറിംഗ് കോളത്തിൻ്റെ ചുറ്റളവിൽ തറയുമായി ചേരുന്ന സ്ഥലം തിരിച്ചറിയുക.
കവർ പ്ലേറ്റ് ഒരു പ്രത്യേക പാനൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഡാഷ്ബോർഡ് സ്ട്രക്ചറിൻ്റെ ഭാഗത്തായിരിക്കും. സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കുക. ഫ്രെയിമിലും സ്റ്റിയറിംഗ് ഗിയർ ബോക്സിലും ഒരു അടയാളം ഉണ്ടാക്കുക. ഗിയർ ബോക്സ് അതേ ഓറിയന്റേഷനിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ അടയാളം സഹായിക്കും. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് മൗണ്ടിംഗ് ബോൾട്ടുകളും ബ്രാക്കറ്റുകളും നീക്കം ചെയ്യുക. പിറ്റ്മാൻ ആം പോലുള്ള ഗിയർ ബോക്സിൽ ഘടിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും അധിക ഘടകങ്ങൾ ഡിസ്കണക്ട് ചെയ്യുക. ഫ്രെയിമിലേക്ക് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് സുരക്ഷിതമാക്കുന്ന മൗണ്ടിംഗ് ബോൾട്ടുകൾ കണ്ടെത്തി നീക്കം ചെയ്യുക. സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് നീക്കം ചെയ്ത് അടിയിലൂടെ പുറത്തെടുക്കുക. ഗിയർ ബോക്സിൻ്റെ ഭാരം ശ്രദ്ധിക്കുക, കാരണം അത് നീക്കം ചെയ്യാൻ സഹായം ആവശ്യമായി വന്നേക്കാം. സ്റ്റിയറിംഗ് അസംബ്ലി വർക്ക് ബെഞ്ചിൽ സ്ഥാപിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റിയറിംഗ് വീൽ നീക്കം ചെയ്യുക, വാഹനത്തിൽ നിന്ന് സ്റ്റിയറിംഗ് ബോക്സ് നീക്കം ചെയ്യുക എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.